നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കടൽ കണ്ട കെ സുധാകരനെ കൈത്തോട് കാട്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംസ്ഥാന കോൺഗ്രസ് നേതാക്കളാണ് വെട്ടിലായിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കെ സുധാകരനെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ ചുമതല തിരികെ നൽകിയില്ല. ഇത് വൻ വിവാദത്തിന് കാരണമായി. കൂടാതെ ഈ മേയർ EP വിഷയത്തിൽ ഇടതുമുന്നണി പ്രതിരോധത്തിലായിരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇടതുമുന്നണി വിശേഷിച്ചും CPM-ന് കോൺഗ്രസിനെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായി മാറി സുധാകരൻ്റെ വിഷയം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ സുധാകരനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ സുധാകരൻ ഹൈക്കമാൻഡിനോട് കാര്യങ്ങൾ സംസാരിച്ച്, അതായത് ഒരു ഭീഷണിപ്പെടുത്തിയെന്ന് പറയാം. അപ്പോൾ അത് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സുധാകരൻ വീണ്ടും ചുമതലയേൽക്കുകയാണ്. സുധാകരൻ ഇനി കൊടുക്കില്ല എന്നാണ് ഇവർ തീരുമാനിച്ചിരുന്നത്. കാരണം ഈ ഒരു പേരും പറഞ്ഞ് സുധാകരനെ ഒഴിവാക്കുക, എന്നിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരാളെ തെരഞ്ഞെടുപ്പിന് ശേഷം അവരോധിക്കുകയായിരുന്നു ഉദ്ദേശം. അതുവഴി ഈ KC വേണുഗോപാലിനെ പോലുള്ളവർക്ക് അവരുടെ ഒരു അജണ്ട നടപ്പാക്കാനുമായിരുന്നു തീരുമാനം. ഇതാണ് ഇക്കാര്യത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇത് യഥാർത്ഥത്തിൽ ഇത് ഇപ്പൊ പറയപ്പെടുന്നത് ഹൈക്കമാൻഡിന്റെ എന്ന് പറയാൻ പറ്റില്ല, KC വേണുഗോപാലിന്റെ ഒരു ഇടപെടലാണ് ആണ് ഇതിനകത്തുണ്ടായതെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. കോൺഗ്രസ്സിൽ കെ സുധാകരനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിലെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ കരുത്തനായ ഒരു നേതാവ് ആണ് ഇപ്പോഴും അദ്ദേഹം എന്നതിൽ പ്രായം ഇത്തിരി കൂടിയെങ്കിലും അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില രീതികൾ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായ സംസാരത്തിലും ഒക്കെ ഉണ്ടായ, പക്ഷേ എങ്കിൽ തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് കെ സുധാകരൻ എന്നുള്ളത് സംശയമില്ല. ഇപ്പൊ കണ്ണൂരിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നത് തന്നെ ഈ കെ സുധാകരന്റെ തൻ്റെ ഇടത്തോടെയുള്ള, അതായത് അടിക്കടി എന്നുള്ള രീതിയിൽ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ കെ സുധാകരനെ പോലെ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. ഇത്രയും കാലം കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയത് അത് തന്നെയാണ്. കണ്ണൂരിൽ CPM-ന്റെ കോട്ടയിൽ പോയി മത്സരിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ല, മാത്രമല്ല അവിടെ നിലനിൽക്കുക. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവ് KPCC പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തെ ചില പ്രായാധിക്യവും മറ്റു ചില ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ അടിത്തറ കൊണ്ട് തന്നെ തുല്യമാണ് കേരളത്തിൽ. ഇപ്പൊ തന്നെ ഏതാണ്ട് കോൺഗ്രസ് ഒരു വഴിക്കെത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ പിന്നെയും ഈ ഗ്രൂപ്പുകളുടെ പേരിൽ കോൺഗ്രസിന് ഇതുപോലുള്ള നേതാക്കളെ ഒതുക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ആത്മഹത്യാപരമായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. അജണ്ട സെറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അജണ്ട സെറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു. അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. കാരണം അദ്ദേഹം ഇനിയിപ്പോൾ മത്സര രംഗത്ത് നിന്ന് മാറി പാർട്ടി രംഗത്ത് സജീവമാകുക, സംഘടനാ രംഗത്ത് നിൽക്കുക എന്നുള്ളതിന്റെ കാരണമാണ്. ഒഴിവരുന്ന രാജ്യസഭാ സീറ്റായിരുന്നു ഉദ്ദേശിച്ചിരുന്നിരിക്കാം. പക്ഷേ അവിടെ കണ്ണൂരിൽ ഇപ്പോൾ EP ജയരാജനെ പോലെയുള്ള MP ജയരാജനെ പോലെയുള്ള ഒരു CPM നേതാവിനെ നേരിടണമെന്നുണ്ടെങ്കിൽ കെ സുധാകരനെ പോലെ ഒരാള് ഉണ്ടായാലേ പറ്റൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. അല്ല, ഇതിന് പറയുന്നത് ഈ KC വേണുഗോപാലിന് പോലും അവിടെ മത്സരിക്കാൻ പറ്റത്തില്ല. അതെ അതെ. ഈ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന്റെ നാടുമാണ്. എന്നിട്ട് പോലും അവരോട് നേരിടാനുള്ള അർജവുമില്ല, ശക്തിയുമില്ല. അപ്പൊ എന്നിട്ടും അതിൽ കെ സുധാകരൻ അങ്ങനെ പോയി നിന്ന് ആ മത്സരം വളരെ ശക്തമാക്കി മാറ്റി ഒരു ജയസാധ്യത അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിന് തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ പ്രോസസ്സ് ഇപ്പൊ കേരളത്തിൽ പൂർത്തിയായി. അങ്ങനെ വരുമ്പോൾ തിരിച്ച് ആ KPCC-യുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഒരു കാരണവും പറയാതെ തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. അതിനു പകരം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ആദ്യം പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ കൈമാറുമെന്നാണ്. നിലവിലെ സംവിധാനങ്ങൾ അങ്ങനെയാണ്. അതെ അതെ, അങ്ങനെയാണ്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ല, കഴിഞ്ഞ ഈ മുമ്പ് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് അല്ല, അതിനു മുമ്പ് തന്നെ K മുരളീധരൻ KPCC പ്രസിഡന്റ് ആയ സമയത്ത് അതിനു മുമ്പുള്ള തെന്നല ബാലകൃഷ്ണപിള്ളയെ മാറ്റിയിട്ടാണ്. അതായത് എനിക്ക് തോന്നുന്നു 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടി കേരളത്തിൽ അധികാരം പിടിച്ച ഒരു സമയത്ത്, ആ സമയത്ത് KPCC പ്രസിഡന്റ് ആയിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയെ മാറ്റിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തെ മാറ്റി K മുരളീധരനെയാണ് അവിടെ KPCC പ്രസിഡന്റ് അധികാരമേറ്റ ദിവസം തന്നെ പട്ടാഭിഷേകം. അതെ അതെ അതെ. അപ്പൊ അത് അന്ന് എനിക്ക് തോന്നുന്നു K കരുണാകരൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവത്തിന് മുന്നിൽ വേറെ മറുത്തൊന്നും പറയാൻ, അത് മാത്രമല്ല അന്ന് വേറെ ഉണ്ട്, അന്ന് പാർട്ടി ഉണ്ടായിരുന്നു.
പാർട്ടി ഉണ്ടായിരുന്നു, ഈ രണ്ട് ശക്തമായ ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അണികളുണ്ടായിരുന്നു. തെന്നല എന്ന് പറയുന്നത്, തെന്നലയ്ക്ക് ഒരു പക്ഷേ കെ കരുണാകരൻ ഗോഡ് ഫാദറിനെ പോലെയാണ്. കാരണം തെന്നല എന്തെങ്കിലും പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കെ കരുണാകരന്റെ കൃപാകടാക്ഷം കൊണ്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം മറത്തുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവവും അങ്ങനെ പാർട്ടിയിൽ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്ന ആളല്ല. മാറാൻ പറഞ്ഞു, അദ്ദേഹം മാറി. അങ്ങനെ കെ മുരളീധരൻ പ്രസിഡന്റായി. അപ്പൊ ഇപ്പോഴ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ MM ഹസനെ താൽക്കാലിക പ്രസിഡന്റാക്കി. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റി ഇദ്ദേഹത്തിന് അധികാരം കൈമാറേണ്ടതാണ്. അതെ അതെ, ഹസൻ. അതിനിപ്പോ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഹസൻ നിരപരാധി എന്ന് പറയുമ്പോൾ ഹസന്റെ ഓപ്പറേഷൻ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. ഹസൻ എന്ന് പറഞ്ഞ ഇപ്പൊ യഥാർത്ഥത്തില് കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് KC വേണുഗോപാലാണ്, ദേശീയ ജനറൽ സെക്രട്ടറി. അപ്പൊ KC വേണുഗോപാലിന് ചില അജണ്ടകളുണ്ട്. അടുത്ത ഇപ്പൊ താൽക്കാലികമായ ഒരാളിനെ KPCC സുധാകരന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ ജയിച്ച് MP ആയാൽ സുധാകരൻ MP ആണ് പോകുന്നത്. തോറ്റാൽ പിന്നെ തോൽവിയുടെ ഉത്തരവാദിത്വം സുധാകരൻ തിരിച്ചു വരാൻ പറ്റില്ല. ഈ സമയത്ത് KCക്ക് പിന്നെ VD സതീശന് താല്പര്യമുള്ള ഒരാളെ പ്രസിഡന്റ് ആക്കി വെച്ചു ക്രമേണ KPCC പ്രസിഡന്റ് ആകാം. KCക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ TN പ്രതാപനാണെന്നാണ് തോന്നുന്നത്. TN പ്രതാപനെ താൽക്കാലിക പ്രസിഡന്റ് ആക്കിയതിനു ശേഷം അല്ല, അടൂർ പ്രകാശിനും സാധ്യതയുണ്ട്. പിന്നെ ബെന്നി ബെഹനാൻ, ഇവരെയൊക്കെ പേരുകൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്കായിരുന്നു KCയുടെ നീക്കം. ഇപ്പൊ KCക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ June 4 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ കാര്യം ഒരു തീരുമാനത്തിലെത്തും. അപ്പൊ കേന്ദ്രത്തിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ 19 സീറ്റ് നിലവിലുണ്ട്. അതിൽ തന്നെ കുറവ് സംഭവിക്കാനാണ് സാധ്യത. അപ്പൊ പിന്നെ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് എത്ര സീറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ വളരെ ആശങ്കയുണ്ട്. ഈ പ്രതിപക്ഷ നേതൃപദവി എങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്. അതാ പറഞ്ഞത്. 10-70 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാനുള്ള സാധ്യത സീറ്റ് കിട്ടണം. 55 സീറ്റ് അതാ പറഞ്ഞ 70-അടുത്ത് സീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും ലഭിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ അങ്ങനെ കിട്ടാതെ വരികയും കോൺഗ്രസിന് അവിടെ കേന്ദ്രത്തിൽ വലിയ കാര്യമൊന്നും ഇല്ലാതെ വരികയും ചെയ്യുന്ന സമയത്ത് ഇപ്പൊ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നതിലും ഭേദം അദ്ദേഹത്തിന്റെ തട്ടകം കേരളത്തിലേക്ക് മാറ്റിയിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം TN പ്രതാപനെ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരനെ ഒരാളെ താൽക്കാലികമായിട്ട് KPCC പ്രസിഡന്റായിട്ട് നിയോഗിച്ച ശേഷം പ്രസിഡന്റ് ആക്കുക. എന്നിട്ട് സാവകാശം തിരഞ്ഞെടുപ്പിനോട് അടുത്ത് KCക്ക് തന്നെ ചുമതല ഏറ്റെടുക്കാം എന്നുള്ളതൊക്കെ ഒരു കണക്കൂട്ടലായിരിക്കണം ഒരു പക്ഷേ. ഇല്ല, അല്ലെങ്കിൽ ഇനി പ്രതാപനെ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് അധികാരം ലഭിക്കുവാണെങ്കിൽ പ്രതാപനെ മന്ത്രിയാക്കുന്നു, KC മുഖ്യമന്ത്രിയാകുന്നു. അതെ. ഇപ്പൊ K സുധാകരനെതിരെ പറയുന്ന ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രായാധിക്യം എന്നാണ്. എന്നിട്ട് യുവ നേതൃത്വരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രായാധിക്യമാണെങ്കിൽ പിന്നെ ഹാസനാണ് താൽക്കാലിക ചുമതലക്കാരനാണെങ്കിൽ പോലും പ്രായത്തിന്റെ പരിഗണന വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ വരുമ്പോ ഇവരില് ചെറുപ്പക്കാരായ ഇപ്പൊ ഹൈബി ഈഡൻ പോലെയുള്ളവര്, അല്ലെങ്കിൽ മറ്റേ മാത്യു കുഴൽനാടൻ, ഇവരൊക്കെയാണ് ഈ പിന്നെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ യുവ നേതൃത്വമാണ് KPCC പ്രസിഡന്റായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ലിജുവിന്റെ പേരൊന്നും പറയപ്പെടുന്നില്ല. കാരണം ലിജു ഒക്കെ പല ഈ ഗ്രൂപ്പ് ഇതിന്റെ പേരിൽ തഴയപ്പെട്ട് കിടക്കുന്ന വിഭാഗമാണ്. അതിൽ വരുന്നതാണ് ലിജു. അതുകൊണ്ടാണ് പുള്ളി എങ്ങും എത്താതെ. അല്ല, ലിജു ആദ്യം ചെന്നിത്തലയുടെ എന്നിട്ട് സുധാകരൻ ഗ്രൂപ്പിലേക്ക് മാറി. അപ്പോഴാണ് രാജ്യസഭാ സീറ്റ് വരെ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ഈ ജബി മേത്തർ അത് സുധാകരൻ ഈ പിന്നെ ലിജുവിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ K മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റവരെ കളിച്ച് അങ്ങനെയാണ് ജബി മേത്തർ കൊടുത്തത്. പിന്നെ കേരളത്തിലെ ഒരു സാമുദായികമായിട്ട് ഒരു ഈക്വേഷൻ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ K സുധാകരൻ കോൺഗ്രസിലെ ശക്തനായ ഒരു ഈഴവ വിഭാഗത്തിന്റെ നേതാവാണ്. കേരളത്തിലെ കോൺഗ്രസ് ഈ നിലയിൽ എത്താനുള്ള ഒരു കാരണം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് ഈഴവ വിഭാഗം ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതാണ്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈഴവ വിഭാഗത്തിൽ നിന്ന് ശക്തരായ നേതാക്കൾ വരുന്നില്ല, നിയമസഭയിലേക്ക് പോലും വരുന്നില്ല. ഇപ്പൊ നിലവിൽ ആകെ ഒരു MLA ആണ് കെ ബാബു മാത്രമാണ്. കഴിഞ്ഞ നിയമസഭയിൽ അടൂർ പ്രകാശ് മാത്രമായിരുന്നു. അടൂർ പ്രകാശ് പകുതിയായപ്പോഴത്തേക്ക് അദ്ദേഹം MP സ്ഥാനം അത് രാജിവെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അല്ല, തൊട്ട് മുമ്പുള്ളതിൽ അടൂർ പ്രകാശ് മാത്രമായിരുന്നു. കഴിഞ്ഞ അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് ഒരേ ഒരു MLA അടൂർ പ്രകാശ് ആയിരുന്നു. ഇപ്പൊ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അച്യുതൻ ഉണ്ടായിരുന്നു. അച്യുതനെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അടൂർ പ്രകാശിനെ മന്ത്രിയാക്കി. അപ്പൊ അത് അങ്ങനെ ഒരു സ്ഥിതി. ഇപ്പൊ കഴിഞ്ഞ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കെ ബാബു മാത്രമായി മാറി. അപ്പൊ ഈ നേരത്തെ തന്നെ പരാതി ഉയരുന്നതാണ് ഈഴവ സമുദായത്തിന്
കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായം എന്നുള്ള നിലയിൽ വർക്കിംഗ് കോൺഗ്രസിൽ എടുത്തപ്പോൾ പോലും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എടുത്തപ്പോൾ പോലും ഈഴവ സമുദായത്തിന് ഒരു പ്രാമുഖ്യം നൽകിയില്ല. ഇപ്പൊ വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ളവരുണ്ടായിരുന്നു. അപ്പൊ അവരെ പോലും പരിഗണിച്ചില്ല. ഇപ്പൊ പുതിയ തലമുറയിൽ നിന്ന് തന്നെ ഈ സമുദായത്തിൽ നിന്ന് നേതാക്കൾ വളരെ കുറവാണല്ലോ. പലരും മറ്റു സമുദായങ്ങൾക്കാണ് ഇപ്പൊ കോൺഗ്രസിൽ പ്രാമുഖ്യം ലഭിക്കുന്നത്. വളർത്തിക്കൊണ്ടുവരുന്നതുമില്ല. ഗ്രൂപ്പിന്റെ പേരിൽ വളർന്നു വരാൻ സാധ്യതയുള്ളവരെ മുഴുവൻ തഴയുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സാമുദായികമായുള്ള ഒരു ഭയങ്കര തിരിച്ചടി കോൺഗ്രസിന് നേരിടേണ്ടി വരും. ഇപ്പൊ കെ സുധാകരന് അതിന്റെ പേരിൽ ഇപ്പൊ മാറ്റി പുതിയൊരാളെ നിയോഗിച്ചാലും കോൺഗ്രസിന് വളരെ ഭാവിയിൽ തിരിച്ചടി തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി അതൊക്കെ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണോ ഇപ്പോൾ ഒരു പുനർചിന്തനത്തിന് തയ്യാറായതെന്ന് കരുതിയാൽ നമുക്ക് സംശയിക്കാനില്ല. വേറെ വിഷയമുണ്ട്. ഇപ്പോൾ ഇ പി ജയരാജനെതിരെ നേരത്തെ BJP-യിലൊക്കെ പോകുന്നു എന്നുള്ള ആരോപണം വന്നപ്പോൾ ഇതെല്ലാം ഉയർത്തി കഴിഞ്ഞപ്പോൾ ഇ പി ജയരാജനെതിരെ ഇപ്പം നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞ് വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ ഇ പിക്കെതിരെ ഒരു നടപടിയെടുത്താൽ അത് ദൂരവ്യാപകമായ ചലനങ്ങളായിരിക്കും CPM ഉണ്ടാകുന്നത്. അത് ഇ പിക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ സുധാകരൻ ഇപ്പം ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് തന്റെ ആവശ്യം നിറവേറ്റിയില്ലെങ്കിൽ സുധാകരൻ ചില ഭീഷണികൾ പെടുത്തില്ല. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞതാണല്ലോ. ഇപ്പം പാർട്ടിയായിട്ട് നേതൃത്വമായിട്ട് ഉടക്കി കഴിഞ്ഞാൽ ഒന്ന് രാജിവെക്കുക, അല്ലെങ്കിൽ വേറെ പാർട്ടിയിൽ പോകാതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തില് BJP അവരുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇ പി ജയരാജനെ പോലുള്ള ഒരു CPM നേതാവിന് ചർച്ച നടത്താമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കെ സുധാകരന് ചർച്ച നടത്തിക്കൂടാ എന്നൊക്കെയുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അല്ല, ഇതിനിടയ്ക്ക് ഈ സുധാകരൻ BJP-യെ സംബന്ധിച്ച് കെ സുധാകരനെ പോലെ ഒരു നേതാവിനെ അവരുടെ നേതൃത്വത്തിൽ കിട്ടിക്കഴിഞ്ഞാല് അവർക്കത് വലിയൊരു സംഭവമായിരിക്കും. അതല്ലെന്ന് ഈ സുധാകരനെ മാറ്റാതിരിക്കാം. പക്ഷേ സുധാകരനും സതീശനും ഒരേപോലാണ് വന്നത്. അതെ അതെ. ഇപ്പൊ സുധാകരനിൽ കുറ്റം പറയുകയാണെങ്കിൽ സതീശനിൽ അതിനൊക്കെ വലിയ കുറ്റമുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ കുറച്ച് സംഭാഷണം സമൂഹത്തിന്റെ ഇടയിൽ ഇവിടെ ഉണ്ടാവുന്ന വലിയ എത്രയോ ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഇഷ്യൂസിലൊന്നും VD സതീശന്റെ ഒരു ശക്തമായ ഇടപെടലോ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങളിൽ മാത്രം അല്ലെങ്കിൽ പ്രസ്താവനകളിലോ പത്രസമ്മേളനങ്ങളിലോ മാത്രം ഒതുങ്ങുന്നു എന്നല്ലാതെ കാര്യമായ ഒരു രീതിയും ഇവിടെ സംഭവിക്കുന്നു. മാധ്യമങ്ങളെ കാണുന്ന ബൈറ്റ് കൊടുക്കുന്നതിനപ്പുറം ഈ സതീശൻ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു വലിയ ആരോപണമാണ്. ആ സതീശന്റെ ഏറ്റവും വലിയ കുറ്റം നിൽക്കുമ്പോഴാണ് സുധാകരനെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പൊ യഥാർത്ഥത്തില് സതീശനേക്കാൾ ജനപ്രീതി സുധാകരനുണ്ട് കേരളത്തിലുണ്ട്, പിന്നെ സ്വീകാര്യതയുണ്ട്. അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ റിസൾട്ട് അനുസരിച്ച് സുധാകരനെ മാറ്റണമെങ്കിൽ അതേ രീതി മാറ്റാം. പക്ഷെ അതിന് പകരം ഒരു നാണം കെടുത്തി പിടിച്ചു മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്തു. അല്ല, അത് പാർട്ടിക്ക് ദോഷം ചെയ്ത് മാത്രമല്ല, കെ സുധാകരനെ അങ്ങനെ ഇവര് നാണം കെടുത്തി വിടാനൊന്നും അദ്ദേഹത്തിനെ പോലൊരു നേതാവ് എന്തായാലും സമ്മതിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ അതെ. അതുകൊണ്ട് തിങ്കളാഴ്ച അധികാരം വെക്കുവാണ്. അപ്പൊ നാളെ ഏതായാലും എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ചിലപ്പോൾ ഇതിനിടയിൽ ശക്തമായിട്ട് ഉണ്ടായിരുന്നിരിക്കണം. അത് മനസ്സിലാക്കിയിട്ടാവണം സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് കരുതിയിട്ടാവും ഇപ്പൊ തിങ്കളാഴ്ച ചുമതലയേൽക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, VD സതീശനുമായി അടുത്ത സമയത്ത് ഈ സമരാഗ്നി ഈ യാത്രക്കിടയിൽ സതീശനും സുധാകരനും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ അത് പത്രസമ്മേളനത്തിൽ പോലും പരസ്യമായിട്ട് പ്രകടിപ്പിച്ചാണല്ലോ. പുതുപ്പള്ളിയിൽ പരസ്യമായി സതീശൻ പ്രകടിപ്പിക്കുകയും 2 ഇൻസിഡന്റ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായി ഇത് സംബന്ധിച്ച്. പിന്നെ കെ സുധാകരന്റെ തന്നെ വേറൊരു മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു അസഫ്യ വാക്ക് പറഞ്ഞതിനെ ചൊല്ലി വലിയ വിവാദം ഉണ്ടായിരുന്നു. അതൊക്കെ മാധ്യമങ്ങൾ വലിയ ആഘോഷിച്ചതാണ്. പക്ഷെ അതിന്റെയൊക്കെ അനുരണനങ്ങളാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ പിന്നിലെന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. അല്ല, അത് ശരിയായിരിക്കാം. ഇപ്പൊ അങ്ങനെ വരുമ്പോ സുധാകരന്റെ ഒരു രീതി അനുസരിച്ച് അന്ന് തന്നെ അദ്ദേഹം VD സതീശന്റെ പേരിലാണ് ആ ചൂടായത്. മാധ്യമപ്രവർത്തകരെ വിളിച്ചിരുത്തിയിട്ട് കൃത്യസമയത്ത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് സമയമായപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹം വേറെ ഏതോ ഒരു ചെസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നാണ് പറയുന്നത്. അല്ല, അത് മാത്രമല്ല, സാധാരണ ഒരു യാത്ര നടക്കുമ്പോൾ പാർട്ടി പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാവ് ഇവരാണ് നടത്തുന്നത്. ഇപ്പൊ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ സമരാഗ്നി യാത്ര നടത്തിയപ്പോൾ ഗ്രൂപ്പിന്റെ വിഷയം ഉണ്ടാക്കിയിട്ട് സതീശനെയും കൂടെ ചേർത്തു. ഇപ്പൊ രണ്ടുപേരുടെ ലെവനും കുശനും പോലാണ് നടന്നത്. പക്ഷെ ഈ യാത്ര നടക്കുമ്പോഴും ഇവരിടയ്ക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഇതിൽ സതീശൻ സ്വന്തം മണ്ഡലത്തിൽ പോവുക, മറ്റു പ്രദേശങ്ങളിൽ പോവുക, അത് ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത രീതിയായിരുന്നു. ഇതായിരുന്നു അന്ന് നടന്നതും ആലപ്പുഴ നടന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇവര് തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞത് ഞാൻ വലിയവൻ ആരെന്നുള്ള തർക്കമായിരുന്നല്ലോ, മൂപ്പിളവ തർക്കമാണല്ലോ. KPCC പ്രസിഡന്റ് ആണ് യഥാർത്ഥത്തില്
സംഘടനയുടെ കാര്യം പറയണ്ട. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടുമ്പോൾ KPCC പ്രസിഡന്റ് ആണ് ശരിക്കും അവിടെ പറയേണ്ടത്. അപ്പൊ അവിടെ ഞാൻ ആദ്യം പറയാന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കൊച്ചുകുട്ടികൾ നഴ്സറി ക്ലാസ്സിൽ തമ്മിൽ തല്ലുന്നത് പോലെ പറയുന്ന കണക്കാണ് ഇവരുടെ ഒരു ചേഷ്ടകളൊക്കെ കണ്ടത്. യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരം ലഭിച്ചാൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും 3 പേരാണ് താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ ക്ലെയിം ചെയ്താൽ അത് അങ്ങനെ വരുമ്പോൾ സുധാകരനെ ഇപ്പോഴേ വെട്ടി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് നമുക്ക് കരുതേണ്ടത്. അപ്പൊ 3 പേര് വെട്ടിയാൽ മതി, 4 പേര് കളി വേണ്ട, 3 പേര് ഒതുക്കി എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ 2011 മുതൽ ഈ പാർട്ടിയിലെ യഥാർത്ഥത്തിൽ ഈ ഇപ്പോഴത്തെ അപജയത്തിന് പിന്നിൽ ഈ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഒരു നീക്കമായിരുന്നു. കാരണം കരുണാകരനും ആന്റണിയും തമ്മിലൊരു ഫോർമുലയിൽ പോകുമ്പോൾ പാർട്ടി ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അണികളുണ്ടായിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ നേതൃത്വത്തിൽ വന്നപ്പോൾ 2 പേർക്കും മുഖ്യമന്ത്രിയാവാൻ കക്ഷി നേതാവാകുന്ന രീതിക്ക് ഇവർ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇവരുടെ താല്പര്യം മുഴച്ചു നിന്ന് അങ്ങനെ ഈ സ്ഥാനാർത്ഥികൾ വന്നാണ് ഇപ്പൊ ഈ UDF പതനത്തിന് വഴിതെളിച്ചത്. കാരണം സ്ഥാനാർത്ഥികളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ വ്യക്തി താല്പര്യങ്ങൾക്കും അവരുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകി. അതേസമയം സാമുദായിക സന്തുലനം ഒന്നും പാലിക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു പ്രബല സമുദായമാണ് ഈഴവ സമുദായം എന്ന് പറയുന്നത്. അപ്പൊ ആ സമുദായത്തിൽ നിന്ന് എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് നേതാക്കളാരും വരുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. അവർക്ക് അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ അവസരമുള്ളവർ പോലും വളരാൻ അനുവദിക്കുന്നില്ല. എങ്ങനെയും വെട്ടി ഒതുക്കുക എന്നുള്ള. ഇപ്പൊ ഉദാഹരണത്തിന് ആലപ്പുഴയിലെ M. ലിജുവിന്റെ കാര്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. അദ്ദേഹത്തിന് ആലപ്പുഴ സീറ്റ് കൊടുത്തില്ല. അതേപോലെ കൊടുത്തിട്ടുള്ള എല്ലാം തോൽക്കുന്ന സീറ്റുകളാണ് കൊടുത്തത്. അതെ, തോൽക്കാൻ വേണ്ടി കൊടുത്തതാണ്. പിന്നെ ഒരു രാജ്യസഭാ സീറ്റിന്റെ പ്രതീക്ഷ ഉയർന്നപ്പോൾ അവിടെ അദ്ദേഹത്തെ വെട്ടിമാറ്റിയിട്ട് ഒരു പ്രാധാന്യമില്ലാത്ത, ആരും നിശ്ചയിക്കാത്ത ഒരു ആളിനെയാണ്, ജബി മേത്തർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെയാണ് ആ രാജ്യസഭാ സീറ്റ് കൊടുത്തത്. അപ്പൊ അങ്ങനെയും ഈ സമുദായത്തിനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് മാത്രമാണ് ഇത് മനസ്സിലാവാത്തതെന്ന് തോന്നുന്നു. അവർക്ക് മനസ്സിലാകാത്തതല്ല, മനസ്സിലായെങ്കിലും മനസ്സിലാകാത്ത രീതി നടിക്കുകയായിരിക്കണം. പക്ഷെ ഇങ്ങനെ പോയാൽ ഈ അടുത്ത 26 തെരഞ്ഞെടുപ്പ് UDF എങ്ങനെ അധികാരത്തിൽ വരും? UDF എനിക്ക് ഒരു പ്രതീക്ഷയും കാണുന്നില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണല്ലോ. ഇപ്പോൾ UDF കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ഈ ലീഗ് ഈ UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. ആ ലീഗിനെ എന്തെങ്കിലും രീതിയിൽ LDF എത്തിക്കാൻ ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. അല്ല, ഇതിനിടയ്ക്ക് വേറെ വിഷയമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിയുമ്പോൾ കേരളത്തിലെ ഈ BJP A ക്ലാസ് മണ്ഡലങ്ങളാണെന്ന് കരുതുന്ന പല മണ്ഡലങ്ങളിലും ചില നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തെത്തും. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെയോ മറ്റോ ഒരു ചെറിയ വിഭാഗത്തെ അടർത്തിയെടുത്താൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം BJPക്ക്. അല്ല, അങ്ങനെ ഒരു നീക്കം ഇടയ്ക്ക് നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയതിനു ശേഷം BJP ആയിട്ട് അലയൻസ് ഉണ്ടാക്കി മത്സരിക്കുക. ഇപ്പൊ മുമ്പ് DIC ഒക്കെ ഉണ്ടായതുപോലെ വേറൊരു വിഭാഗം. അത് ഇനിയും സംഭവിച്ചുകൂടായില്ല. അല്ല, അതിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അതാ പറഞ്ഞത്, ഇനിയും സംഭവിച്ചുകൂടായില്ല. ഇപ്പൊ എന്തായാലും നാളെ തിങ്കളാഴ്ച ചുമതല ഏൽക്കുന്ന K. സുധാകരന് മുന്നോട്ടുള്ള ദിനങ്ങൾ അത്ര ശുഭകരമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. കാരണം ഇത്തരത്തിലുള്ള പിന്നിൽ നിന്നുള്ള കൂത്ത് എപ്പോഴും ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു കരുതലോടെ തന്നെ ആയിരിക്കും നീങ്ങുന്നത്. ഭാവിയിൽ ഈ പറയുന്ന പോലെ UDF ശിഥിലീകരണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പുതിയ കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുകയോ അതിനുശേഷം BJP ആയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അലയൻസിലേക്കോ പോകാനുള്ള ഒരു സാധ്യത നമുക്ക് കിട്ടും. രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അങ്ങനെ ഒരു തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഒന്നുകിൽ മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗത്തെയെങ്കിലും LDF CPM കൊണ്ടുപോകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല 2026 തിരഞ്ഞെടുപ്പിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഒരു മുന്നണി ബന്ധങ്ങളിൽ തന്നെ വലിയൊരു പൊളിച്ചെഴുത്ത് സംഭവിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഗ്രൗണ്ട് റിയാലിറ്റി മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന നേതാക്കൾക്ക് അറിയാഞ്ഞിട്ടാണോ? അറിയാമായിരിക്കും. പക്ഷെ അവരുടെ ഓരോ സ്വാർത്ഥ താല്പര്യങ്ങളാണല്ലോ. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് കളിച്ചു നോക്കുക, മുഖ്യമന്ത്രി ആവുന്നെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം.
അന്നേരം ഭാവിയിൽ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ ഇങ്ങനെ പോയാൽ കോൺഗ്രസിന്റെ ഇപ്പൊ പൊതുവെ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ വെച്ചിട്ട് കോൺഗ്രസിന് ഇനി എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ജൂൺ 4-ന് ശേഷം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊരു നിശ്ചയം കിട്ടും. അതല്ല, ഈ നിലവിൽ ഈ സർക്കാരിനെതിരായ ഒരുപാട് വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെയാണ് വിരുദ്ധമാണല്ലോ. പക്ഷെ ഇത് മുതലാക്കാൻ ഈ കഴിയുന്നില്ല. ഈ എല്ലാ നേതാക്കളെയും തടുത്തു കൂട്ടിക്കൊണ്ട് ഒരു UDF-ന് ഒരു അധികാരത്തിലേക്ക് എത്താൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത്. അതിനു മുമ്പേ ഇവർക്ക് മുഖ്യമന്ത്രി ആവണം. അതാണ് പറഞ്ഞത്, അവർക്ക് മുഖ്യമന്ത്രി ആവാൻ. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രി ആവുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം ഒരു വളരെ പ്രധാന ഒരു വിഷയമാണ്. മുസ്ലിം ലീഗ് അടുത്ത തവണ ഇപ്പൊ UDF അധികാരത്തിൽ വരുത്തില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ അധികാരത്തിലേക്കുള്ള പാതയെ അവർക്ക് അതിനകത്ത് രാഷ്ട്രീയ നൈതികത ഇപ്പൊ തന്നെ 10 വർഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു തവണയും കൂടെ UDF-ന് അധികാരം ലഭിച്ചില്ലെങ്കിൽ പിന്നെ UDF എന്ന സംവിധാനം പോലും അതാ പറഞ്ഞത്, UDF സംവിധാനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുന്നണി ബന്ധങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് കേരളത്തിൽ അനിവാര്യമാണെന്നുള്ളതാണ്. ഇപ്പൊ CPI-യെ പോലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് CPI-യുടെ ഇപ്പോഴത്തെ അവസ്ഥ. CPI ശരിക്കും LDF മുന്നണിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നേതാക്കളും അത്ര കാര്യമായ കഴമ്പില്ലാത്ത നേതാക്കളുടെ നേതൃത്വം ഉണ്ട്. ഇതിൻ്റെയൊക്കെ കാരണങ്ങളുണ്ട്. ഈ LDF-ൽ ഇപ്പം ഈ പറയുന്നത് പോലെ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ളൊരു മുന്നണിയായി പാർട്ടിയായി CPI മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഭാവിയിലേക്കുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസും CPI-യും കൂടെ ഒന്നിച്ചു ചേർന്നിട്ട് കേരളത്തിൽ മുൻപ് നിലനിന്ന ഒരു മുന്നണി ബന്ധത്തിലേക്ക് പോകുന്നതായിരിക്കും. 70-കളിലെ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നേക്കാം. അന്ന് 70 മുതൽ 77 വരെ CPI-യും കോൺഗ്രസും ഒരേ മുന്നണിയിൽ നിന്ന് കേരളത്തിൽ മികച്ച ഭരണം അച്യുതമേനോന്റെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചതാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ CPI-യെ സംബന്ധിച്ച് ഇനി CPM-ഉമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് എത്രത്തോളം ആശാസ്യകരമാണെന്നുള്ളത് വളരെ സംശയമാണ്. കാരണം CPI-യുടെ നില വളരെ പരുങ്ങലിലാണ്. ഇങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൽ പോകാൻ പറ്റുമെന്നുള്ളത് CPI-ക്കാർ തന്നെ ചിന്തിക്കേണ്ടതാണ്. അവരുടെ നേതൃത്വം ചിന്തിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിര CPI-യിൽ തന്നെ വളർന്ന് വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അതിന് രണ്ടാം നിര പോലും ശക്തമായി രംഗത്ത് വരുന്നില്ല. അങ്ങനെയൊക്കെ അവസ്ഥകളുണ്ട്. അതിനകത്തും ഒരു തട്ടിലുള്ള നേതാക്കൾ ഇങ്ങനെ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ്. അതിനകത്തും യുവ നേതൃത്വ നിര എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് വരുവാണ് CPI-യിൽ. ഇതിനിടയ്ക്ക് വേറെ പറയുമ്പോഴും കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ടത് KPCC പ്രസിഡന്റായിട്ട് ഇരുന്നവരാരും മനസമാധാനത്തോടെ ഭരിച്ചിട്ടുമില്ല, ഇറങ്ങിയിട്ടുമില്ല. അതെ. ഇതിൽ ചെറിയൊരു അപവാദമുള്ളത് 9 വർഷത്തോളം ആരാണ് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇരുന്നു. അദ്ദേഹം ഇറങ്ങി ആഭ്യന്തരമന്ത്രിയായി ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും ആ പ്രസിഡന്റ് സ്ഥാനത്ത് ആരും നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഒരാൾ പോലും, മുല്ലപ്പള്ളി ആയാലും VM സുധീരനായാലും MM ഹസൻ കഴിഞ്ഞ തവണ ഇരുന്നപ്പോൾ പോലും ആർക്കും മനസമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. കാരണം സ്വസ്ഥമായി ഭരിക്കാൻ ഗ്രൂപ്പുകൾ അനുവദിക്കുന്നില്ല. അല്ല, പക്ഷെ ഗ്രൂപ്പുകൾ പണ്ടത്തെ പോലെ ഇപ്പൊ അത്ര ശക്തമല്ല. അന്നത്തെ കാലത്തെ ഗ്രൂപ്പുകൾ പോലെ ഇന്നത്തെ അത്ര ശക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പ് തന്നെ KC വേണുഗോപാൽ സംഘടനയുടെ കടിഞ്ഞാൻ കൈയിരിക്കുമ്പോൾ KC-യുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു കാര്യങ്ങളും കേരളത്തിൽ കോൺഗ്രസ് നടക്കത്തില്ലെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അപ്പോൾ KC-യുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന നേതാക്കളെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതും ആ KC-യുടെ താല്പര്യങ്ങളായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ പ്രതിഫലിക്കുന്നതും. അതായിരിക്കും ആ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ വരെ ബാധിക്കാവുന്ന ഒരു തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കാം. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് ഈ ചക്കളത്തി പോരാട്ടം ഒഴിവാക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അധികാരം ലഭിക്കണമെങ്കിൽ ഈ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഒരു കാരണവശാലും UDF അധികാരത്തിലെത്തത്തില്ല. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.